ആന്ത്രോപ്പിക് അവരുടെ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള സോണറ്റ് 5 ഇന്നലെ ലോഞ്ച് ചെയ്തു. ഈ മോഡലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും അതിന്റെ കേപ്പബിലിറ്റീസും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ആന്ത്രോപ്പിക് എന്ന കമ്പനിക്ക് പല മോഡൽസ് ഉണ്ട്. ഓരോ മോഡലിനും വ്യത്യസ്തമായിട്ടുള്ള സ്ട്രെങ്ത്, സ്പീഡ്, പ്രൈസിംഗ് ഒക്കെയാണ് ഉണ്ടായിരിക്കുക. സോണറ്റ് എന്ന് പറയുന്നത് ഹൈക്യൂവിനേക്കാളും സ്മാർട്ടാണ്. ഏറ്റവും പവർഫുൾ മോഡലിനേക്കാൾ ചീപ്പുമായിട്ടുള്ള ഒരു മോഡലാണ് സോണറ്റ്. ആന്ത്രോപ്പിക് പറയുന്നത് ഇത് ഇപ്പോൾ ഓപ്പസ് 4.8 വളരെ ക്ലോസ് ആയി പെർഫോമൻസിൽ നിൽക്കുന്ന ഒരു മോഡലാണ് സോണറ്റ് 5 എന്നും, അതുപോലെ തന്നെ പ്രൈസിങ് ഓപ്പസിൻ്റെ അത്രയും ഉണ്ടാവില്ല, അതിലും കുറവാണ് എന്നുള്ളതുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മളുടെ സോണറ്റ് 5 പഴയ സോണറ്റ് 4.6 വേർഷനേക്കാളും അതിന് സ്കോർ കൂടുതലാണ്. പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സോണറ്റ് 5 ഓപ്പൺ എഐയുടെ GPT 5.5 മോഡലിനേക്കാളും ഗൂഗിളിൻ്റെ ജെമിനി 3.1 പ്രോ മോഡലിനേക്കാളും ചീപ്പാണ്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് പെർഫോമേഴ്സ് ആയിട്ടുള്ള മോഡൽസിൻ്റെ അടുത്ത് ഇതിന് പല ബെഞ്ച് മാർക്സിലും പെർഫോമൻസ് കാണുന്നുമുണ്ട്. എന്നാൽ ആ കോമ്പറ്റേറ്റേഴ്സിനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറവായിട്ടാണ് സോണറ്റ് 5 മോഡലിന് ഇപ്പോൾ ഇവർ ഈ തന്നിരിക്കുന്ന റിപ്പോർട്ട്സ് ഒക്കെ വെച്ച് നമുക്ക് നോക്കുമ്പോഴത്തേക്കിനും അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി സോണറ്റ് 5 മോഡലിൻ്റെ കുറച്ച് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സോണറ്റ് 5 ഒരു ഹൈബ്രിഡ് റീസണിങ് മോഡലാണ്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് സോണറ്റ് 5ന് 1 മില്യൺ കോണ്ടെക്സ്റ്റ് വിൻഡോ ആണ് ഉള്ളത്. സോണറ്റ് 5 മോഡലിന് ഓട്ടോണമസ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 3 എബിലിറ്റീസും സോണറ്റ് 5ൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഏരിയാസിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നെന്ന് പറയുന്നത് കോഡിംഗ് ഏരിയയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കോഡിങ്ങിൽ തന്നെ സോണറ്റ് 5 ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ബ്രൗൺ ഫീൽഡ് കോഡിലാണ്. രണ്ടാമത്തേത് റിയൽ യൂസ് കേസ് എന്ന് പറയുന്നത് ഡോക്യുമെൻ്റ് വർക്കിൽ നമുക്ക് യൂസ് ചെയ്യാം, കാരണം ഇതിന് 1 മില്യൺ കോണ്ടെക്സ്റ്റ് വിൻഡോ ഉള്ളത് കൊണ്ട് തന്നെ. മൂന്നാമത്തേതെന്ന് പറയുന്നത് നമുക്ക് ഗെയിമിങ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് കോഡിങ്ങിൽ നല്ല രീതിയിൽ സോണറ്റ് 5 യൂസ് ചെയ്യാം. അതുപോലെ ഓട്ടോമേഷൻ ടാസ്കുകൾക്ക് യൂസ് ചെയ്യാം. ഡെയിലി നമുക്ക് ചെയ്യാനുള്ള ഡേ ടു ഡേ ടാസ്കുകളിൽ നമുക്ക് സോണറ്റ് 5നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സോണറ്റ് 5 ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ക്ലോഡ് അക്കൗണ്ടിൽ വരിക. ക്ലോഡ് അക്കൗണ്ടിൽ വരുമ്പോൾ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് കിട്ടുന്ന മോഡൽ സോണറ്റ് 5 തന്നെയാണ്.